വേണമെങ്കിൽ പേരിനൊരു കല്യാണമാകാം. പക്ഷേ കെട്ടുന്നത് ആരായാലും ഈ പോക്കിനൊരു ക്രോസ് നിൽക്കരുത്. താലി കെട്ടിയതിന്റെ പേരിൽ ഈ മഹി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. ആലോചിച്ച് താനോട് ഡിസിഷൻ പറ. അല്ലെങ്കിൽ താലികെട്ടും ഡിവോഴ്സും ഒക്കെ ഏകദേശം അടുത്തടുത്തായിരിക്കും. രമാദേവി ആന്റി സ്വന്തം മോന്റെ കയ്യിലിരിപ്പൊന്നും അറിഞ്ഞു കാണില്ല അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനൊരു കല്യാണാലോചനയ്ക്ക് ആന്റി ഇറങ്ങി തിരിക്കില്ലായിരുന്നല്ലോ. അവിടെയാണ് ദക്ഷയ്ക്ക് തെറ്റിയത്. അമ്മ എന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഇങ്ങനൊരു കല്യാണാലോചനയ്ക്ക് ഇറങ്ങി തിരിച്ചത്. ഒരുപക്ഷെ കല്യാണം കഴിപ്പിച്ച് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള അവസാനത്തെ ശ്രമമായിരിക്കും. അമ്മയല്ല ആര് വിചാരിച്ചാലും എന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിയില്ല. ദക്ഷയ്ക്ക് ബോയ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഞാൻ എന്റെ മനസ്സ് ഒരാണിനെ നൽകിയിട്ടില്ല. എന്നാ ഞാൻ അങ്ങനെയല്ല. എന്റെ മനസ്സ് ആദ്യം കവർന്നത് ആദ്യം ഒരു മാനസയായിരുന്നു. പിന്നെ അവളിലൂടെ അവളുടെ അനുജത്തി മീരയുടെ മനസ്സ് സ്വന്താക്കി. പക്ഷെ മീരയ്ക്ക് ആവശ്യം സ്നേഹമല്ലായിരുന്നു, അവളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കുന്ന ഒരു ബെസ്റ്റി. എനിക്കും ഏറെക്കുറെ അതായിരുന്നു ആഗ്രഹം. ഈ പൂമ്പാറ്റയെ കുറിച്ച് അറിയില്ലേ? ഒരു പൂവിൽ നിന്നും തേൻ നുകർന്ന ശേഷം മറ്റൊരു പൂ തേടി പോകുന്ന ഭംഗിയുള്ള പാറി പറന്നു കിടക്കുന്ന പൂമ്പാറ്റകൾ. അതുപോലെ ഞാനും. പിന്നെ ചില നേരങ്ങളിൽ ഈ കള്ളും കഞ്ചാവും കൂടി ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ ഒരു കാച്ചങ്ങ് കാച്ചും. ആ സമയം മാത്രം എന്നിലെ സൈക്കോ പുറത്തു വരും. അപ്പോഴാ ശരിക്കും ഞാനൊരു കില്ലറായി മാറുന്നത്. ഒന്ന് രണ്ട് തവണ ആ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഫിലിം സ്റ്റാർ തോമസ് ജേക്കബിനെ കുറിച്ച് അറിയോ? അയാളുടെ ഒരേ ഒരു മകൾ സോന തോമസ് ജേക്കബ്. അവൾ എന്നെ ചതിക്കാൻ നോക്കിയപ്പോ ഞാൻ ഈ അറ്റംപ്റ്റിന് മുതിർന്നു. പാവം രക്ഷപ്പെട്ടു. സ്വബോധം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യാൻ പോയത് തെറ്റായി പോയെന്ന്. അവളോട് ഞാൻ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ അവള് പിന്നെ എന്നോട് ഫ്രണ്ട്ഷിപ്പിന് കൂടിയിട്ടില്ല. ഇപ്പൊ തന്നെ രാവിലെ രണ്ടര അടിക്കാത്തോണ്ട് എന്റെ കൈ വറയ്ക്കുക. സോറി. സോറി. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടായി. ദക്ഷ വിചാരിച്ച എന്നെ മാറ്റിയെടുക്കാം.